Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്മൂത്തിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചൂടുകാലമാണ്, സ്മൂത്തികളൊക്കെ ആവശ്യമായിട്ട് വരുന്ന സമയമാണ്, നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് കഴിക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന സ്ട്രോബെറി സ്മൂത്തിയാണ് കേട്ടോ. ഇത് ഹെൽത്തിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടല്ല സ്മൂത്തി ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് പഞ്ചസാര ചേർക്കാതെ തേനൊക്കെ ചേർത്തിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ സ്മൂത്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഒരു മധുരവും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ തേനും ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബനാന സ്ട്രോബെറി സ്മൂത്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ചെറിയൊരളവിലേക്കുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. ഒരു 3 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം ഒഴികെയുള്ള ഏത് പഴം എടുക്കാം. വലിയ പഴമാണെങ്കിൽ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു പഴത്തിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ 1 കപ്പ് പാല് തിളപ്പിച്ച് ചൂട് മാറ്റിയ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് തേൻ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ മധുരത്തിനായിട്ട് ഒന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സ്ട്രോബെറിക്കും മധുരമുള്ളതാണ്, പഴത്തിനും ചെറിയ മധുരമുള്ളതാണ്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർക്കാതിരിക്കണം നല്ലത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ പഴവും നമുക്കൊന്ന് ചെറിയ പീസുകളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ് കുട്ടികൾക്ക് കൊടുത്താലും. ഇനി നമുക്ക് പാലും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ആദ്യം 1 കപ്പ് പാല്, പിന്നീട് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ വീട്ടിലെല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നൊരു ഷേക്കാണിത്. അപ്പോൾ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഷേക്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത്രയുള്ള നമ്മുടെ ഷേക്കിന്റെ പരിപാടി. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സ്ട്രോബെറി വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഗാർണിഷിങ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വെറുതെ കുടിക്കാം. പിന്നെ ഭംഗിക്ക് വേണ്ടി ഒരു സ്ട്രോബെറിയുടെ പീസ് വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഷേക്ക് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ട് കൊടുക്കാം, തേനൊക്കെ ചേർത്ത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.